അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അയൽവാസികൾ തമ്മിലുള്ള കടമകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു അധ്യായമാണ് ബാബു മൻ അഗ്ലഖൽ ബാബ അലൽ ജാർ, അയൽവാസിക്ക് മുമ്പിൽ തൻ്റെ വാതിൽ കുട്ടിയടക്കൽ എന്ന് പറയുന്ന അധ്യായം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാൽ ലഖദ് അതാ അലൈനാ സമാനുൻ വമാ അഹദുൻ അഹഖു ബിദീനാരിഹി വദിർഹമിഹി മിൻ അഖീഹിൽ മുസ്ലിം. ഞങ്ങൾക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, തൻ്റെ മുസ്ലിമായ സഹോദരനേക്കാൾ ഞങ്ങൾ ദീനാറിനോ ദിർഹമിനോ പ്രാധാന്യം കൊടുക്കാറില്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ അർഹതയാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. അതായത് തൻ്റെ അയൽവാസിയായ മുസ്ലിം ഉണ്ടെങ്കിൽ, അയൽവാസി എന്ന് മാത്രമല്ല പൊതുവെ മുസ്ലിം സഹോദരന്മാരാണെങ്കിൽ, ഞങ്ങൾ ദീനാറിനും ദിർഹമിനും ഞങ്ങൾക്കുള്ള അവകാശത്തെക്കാൾ ഞങ്ങൾ കണ്ടിരുന്നത് അവർക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ അയൽവാസികളെയും സഹോദരന്മാരെയും പ്രത്യേകമായി ഞങ്ങൾ പരിഗണിക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ആ ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർത്ത് പറയുന്നത്. അതിനുശേഷം പിന്നീടുണ്ടായ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, സുമ്മൽ ആൻ, എന്നാൽ ഇപ്പോൾ, അദ്ദീനാറു വദ്ദിർഹമു അഹബ്ബു ഇലാ അഹദിന മിൻ അഖീഹിൽ മുസ്ലിം, മുസ്ലിമായ സഹോദരനേക്കാൾ ഇന്ന് ഞങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദീനാറും ദിർഹമുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ദീനാറും ദിർഹമും ഞങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം അതല്ലെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരന്മാരായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മുസ്ലിം സഹോദരനേക്കാൾ കൂടുതൽ പ്രാധാന്യം കാണുന്നത് ഇവിടെ ദീനാറിനും ദിർഹമിനുമാണ്. അത് സ്വന്തം അവകാശമായിട്ടാണ് പല ആളുകളും കാണുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പഴയ കാലവും പുതിയ കാലവും പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു ഉപദേശം, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കം മിൻ ജാരിൻ, എത്രയെത്ര അയൽവാസികളാണ്, മുതഅല്ലിഖിൻ ബിജാരിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ തൻ്റെ അയൽവാസിയുമായി ബന്ധപ്പെട്ടവനായിരിക്കും, കടപ്പെട്ടവനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഈ അയൽവാസി എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു, ഈ അയൽവാസി എന്നെ പട്ടിണിക്കിട്ടു, ഈ അയൽവാസി എനിക്ക് ഭക്ഷണം തന്നില്ല എന്നൊക്കെയുള്ള നിലക്ക് നമ്മുടെ ഒരു ബന്ധം അയൽവാസിയുമായിട്ടുണ്ടായിരിക്കും ഖിയാമത്ത് നാളിൽ. മാത്രമല്ല ആ അയൽവാസി പറയും, യഖൂലു യാ റബ്ബി ഹാദാ അഗ്ലഖ ബാബഹു ദൂനി, ഇവൻ അവൻ്റെ വാതിൽ എൻ്റെ മുമ്പിൽ അടച്ചു, ഫമനഅ മഅറൂഫഹു, അവൻ നൽകേണ്ട നന്മകൾ നൽകാതെ തടഞ്ഞു വെച്ചു എന്ന് പരലോകത്ത് വെച്ച് അയൽവാസി പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധം അയൽവാസിയുമായി ശക്തമാണ് എന്നറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത്. നമ്മളെ കൊണ്ട് അയൽവാസിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയും തടഞ്ഞു വെക്കാൻ പാടില്ല. അത് ഭക്ഷണമാണെങ്കിലും ശരി, വെള്ളമാണെങ്കിലും ശരി, നല്ല സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഇടപെടലുകളും ആണെങ്കിലും ശരി, ഏത് വിഷയമാണെങ്കിലും അയൽവാസിക്ക് ലഭിക്കേണ്ടുന്ന കടമകളും അവകാശങ്ങളും അത് ലഭിക്കുക തന്നെ വേണം. അതല്ലാത്ത പക്ഷം അത് നമ്മുടെ പിരടിയിൽ ഒരു ബാധ്യതയായി ഖിയാമത്ത് നാളിൽ ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഫീഹി തഅക്കീദുൻ അളീമുൻ ലിദിആയതി ഹഖ്ഖിൽ ജാരി, അയൽവാസിയുടെ അവകാശം കൊടുക്കൽ, അവകാശത്തെ പരിഗണിക്കൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യവും ശക്തിയുള്ളതും മഹത്വമേറിയതുമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. വൽഹസ്സു അലാ മുവാസാത്തിഹി, ആ അയൽവാസിയോട് ഏറ്റവും നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല സമീപനവും വേണം, അതിനുള്ള പ്രോത്സാഹനവും ഈ ഹദീസ് നൽകുന്നുണ്ട്. കാരണം അത് പരസ്പരമുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും എല്ലാം ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കാരണമാണ്. ഇനി അയൽവാസി ഇങ്ങോട്ട് മോശമായി പെരുമാറുകയും അവസ്ഥകൾ എതിരാവുകയാണെങ്കിലും ശരി, അയൽവാസിയോട് അങ്ങോട്ടുള്ള കടമകൾ വളരെ ഗൗരവത്തോടു കൂടി നിർവഹിക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത്രയും ഗൗരവം ഉള്ള വിഷയമാണ്.
അതിനെ ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.